അയ്യോ എന്നൊന്നും ചെയ്യല്ല, ഞാൻ അരി എടുത്തില്ല. വീടെത്തിയ ചേട്ടാ. വീടെത്തിയ പല്ലു ഒരാളായി. തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വയ്ക്കടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ, ഇനി നീ ആ ജോലി തന്നെ അങ്ങ് ചെയ്തോടാ. സർ, ഞാനൊന്ന് ഓഫീസിലേക്ക്. ഡ്രൈവർ വണ്ടി എടു. ഈ പാന്റൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൻ ചില സമയത്ത് തെലുങ്ക് നടന്മാരെ പോലെ ഭയങ്കര ഓവറാ. നിന്റെ അല്ലടാ അപ്പൻ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാ മതി. ദൈവം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ മുന്നിൽ എല്ലാം പൊളിഞ്ഞു പോയാനെ. ദൈവത്തിന് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഒരുത്തി നമ്മുടെ കാര്യവും പറഞ്ഞ് രാവും പകലും ദൈവത്തിന് ഉറക്കം കൊടുക്കാതെ വിളിച്ചോണ്ടിരിക്കല്ലേ. നീ വണ്ടി കയറി. എന്റെ അമ്മ. എന്താപ്പാ? നിന്റെ അമ്മ. എന്റെ അമ്മ. കർത്താവേ, എല്ലാ കണക്കൂട്ടലും തെറ്റാൻ പോവാണല്ലോ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മ, നമ്മുടെ മോൻ എന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും മോനും കൂടി ഇനി എന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാം ചെറിയച്ഛൻ പറഞ്ഞു. അയ്യോ, ചെറിയച്ഛൻ കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്കൊരു അസുഖമില്ല. എല്ലാം ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയാ. അപ്പൊ ഒന്ന് പറ ലക്ഷ്മി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോ. അച്ഛാ, ആന്റണി